എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ മെയിലിലെ ചോദ്യം ഇതായിരുന്നു: ലൈംഗിക ബന്ധത്തിന് ശേഷം എനിക്ക് എന്തുകൊണ്ട് ക്ഷീണം തോന്നുന്നു? ചിലപ്പോൾ സ്ഖലനം സംഭവിച്ച ശേഷം എനിക്ക് ശരിയായി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കിടക്കാം. ലൈംഗിക ബന്ധത്തിന് ശേഷം ക്ഷീണം അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. ഒപ്പം ചിലരെങ്കിലും ഒരു മയക്കത്തിലേക്ക് വഴുതി വീഴാറുമുണ്ട്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. എങ്കിലും പ്രധാന കാരണം രതിമൂർച്ചയോടെ പുറത്തുവിടുന്ന ഹോർമോണുകളുടെ കൂടിച്ചേരലിനോട് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നത് കൊണ്ടാണ്. അതിനാലാണ് ഈ സമയത്ത് ക്ഷീണവും മയക്കവും അനുഭവപ്പെടുന്നത്. രതിമൂർച്ചയുടെ പ്രധാന രാസവസ്തുക്കളിൽ ചിലത് സെറോട്ടോണിൻ അഥവാ ഉറക്കചക്രങ്ങളെ സഹായിക്കുന്നു. വാസോപ്രസിൻ ഇവ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നു. അടുത്തതായി ഓക്സിറ്റോസിൻ, ഇത് വിശ്രമിക്കുന്ന ഹോർമോൺ എന്നിവയാണ്. രതിമൂർച്ചയ്ക്ക് ശേഷം ഇക്കാരണങ്ങളാൽ നിങ്ങൾക്ക് മയക്കമുണ്ടാകും. ഫ്രഞ്ച് ഭാഷയിൽ അവർ രതിമൂർച്ചയെ യൂനിപെറ്റിറ്റ് മോട്ട് എന്ന് വിളിക്കുന്നു. അഥവാ ഒരു ചെറിയ മരണം എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. അതായത് രതിമൂർച്ചയ്ക്ക് തൊട്ട് പിന്നാലെ തലച്ചോറിൻ്റെ വികാരങ്ങൾക്ക് സംഭവിക്കുന്ന ശൂന്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രതിമൂർച്ചയ്ക്ക് ശേഷം ക്ഷീണവും അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ രതിമൂർച്ചയ്ക്ക് ശേഷം ചിന്തകൾ ശൂന്യമായി പോകുന്നത് പോലും സാധാരണമാണ്. ചിലപ്പോൾ നിങ്ങൾ വിശ്രമമില്ലാതെ ജോലി ചെയ്ത ശേഷം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ലൈംഗികതയ്ക്ക് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. എങ്കിലും ഈ ക്ഷീണം കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നത് ആശങ്കാജനകമാണ്. നിങ്ങളുടെ മനസ്സിലെ ശൂന്യവും നിഷ്ക്രിയവുമായ വികാരം രതിമൂർച്ചയ്ക്ക് ശേഷം കുറച്ച് മിനിറ്റോ അതിൽ കൂടുതലോ മാത്രമായിരിക്കും നീണ്ടു നിൽക്കുക. എന്നാൽ കൂടുതൽ നേരം ഈ പ്രശ്നം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈദ്യസഹായം ആവശ്യമാണ്. ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഉടൻ തന്നെ ഒരു ചികിത്സ തേടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.